ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പൊയ്മുഖം പുറത്തു വരാൻ പോകുകയാണ്. ആ വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു ബലം കിട്ടാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന റീഡിങ്ങിൽ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒരു ലിമിറ്റ് വരെ ക്രോസ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം നിങ്ങളെ അവർ വിഷമിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്കും ഒരു അധികാരവുമില്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു അവസരം അവർക്ക് കൊടുത്തതായിരിക്കാം അവർ ഇങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെ എന്തോ നിങ്ങളിൽ നിന്ന് അവർക്ക് എടുക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം, അതായത് നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങളിപ്പോൾ ഏതിലാണോ കൂടുതലായിട്ട് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പൈസ, എന്താണോ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അത് അവർക്ക് വേണം. അപ്പോൾ അത് ആ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സം വരുത്തുക, എന്തോ ഒരു ടാർഗറ്റ് അവർക്കുണ്ട്. അതനുസരിച്ചാണ് അവർ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വ്യക്തി വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾക്ക് നേരെ ഒത്തിരി കള്ളം പറഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ വ്യക്തി നിങ്ങളോട് കള്ളമാണ് പറയുന്നത്, എന്നിട്ടും നിങ്ങളത് കേൾക്കുന്നു. പിന്നെ ഈ വ്യക്തി കള്ളം പറയുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഒരു ദിവസം വരും, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തൊരു ദിവസം ഉറപ്പായിട്ടും വരും. ഇവിടെ ആരാണോ നിങ്ങളെ ചതിച്ചതും രാത്രിയെ പകലാക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, ആ വ്യക്തിക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കുകയാണ്. നിങ്ങളുടെ ഫേസ് നോക്കി നിങ്ങളോട് തെറ്റായ ബിഹേവിയർ ഇവർ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിനോട് പറയുന്നില്ല എനിക്ക് ന്യായം തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളിപ്പോൾ നിശബ്ദരായിട്ടിരിക്കുകയാണ്, ഒന്നും പറയാതെ. ഇവിടെ സ്ഥിതികൾ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ നിശബ്ദരായിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. അങ്ങിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ അങ്ങക്ക് പറ്റുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ന്യായം ചെയ്യൂ എന്നുള്ള രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ന്യായത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന് എല്ലാം അറിയാലോ എന്നുള്ള രീതിയിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ. ഇവിടെ ദൈവം നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയുകയാണ്, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ. ഇത്രയും ദിവസം നിങ്ങളുടെ നേർക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തി ഓരോ കളികൾ കളിച്ചു. ഇനി ദൈവത്തിൻ്റെ കളി എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ പോകുകയാണ്. ഇവിടെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇനിയും വിഷമം വരണം, നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയിൽ പോലും ഇനിയും നിങ്ങൾക്ക് വേദന ഉണ്ടാവണം എന്നുള്ള രീതിയിൽ സന്തോഷമായിട്ട് നിങ്ങളുടെ ആ വേദന കണ്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സമയത്തിൻ്റെ ആ ഒരു ഇത് അവരുടെ മുമ്പിൽ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്ന്. ഇവിടെ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയെ വേദനിപ്പിച്ചതിന് പോരാഞ്ഞ് ആ ഒരു വേദന കണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ആൾ, അങ്ങനെയുള്ളവർ നമ്മൾ എന്താ പറയുക, ബുദ്ധിയില്ലാത്തവരെന്നല്ലേ പറയും. കാരണം അവർക്ക് ദൈവം എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് നാം വിചാരിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള ശിക്ഷയായിരിക്കും ദൈവം കൊടുക്കുന്നവർക്ക്. ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു പേടിയുണ്ട്. മോശകർമ്മം ചെയ്താൽ മോശം അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ പേടിയില്ല. ഇവിടെ ചില വ്യക്തികളുടെ മനസ്സിൽ ഇങ്ങനെയാണ്, ഇപ്പോൾ എത്രത്തോളം മോശം കർമ്മം ചെയ്യാമോ ചെയ്യുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നല്ല കർമ്മങ്ങൾ ചെയ്യുക, അപ്പോൾ ബാലൻസായി പോവുമല്ലോ എന്നുള്ള രീതിയിലാണ് ചില വ്യക്തികൾ ചിന്തിക്കുന്നത്. ഇവിടെ ആര് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് വിഷമിപ്പിച്ചിട്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ പോയാലും അതിൻ്റെ ആ ഒരു ബലം 0 ആയിരിക്കും. നമ്മൾ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാതെ നല്ല കാര്യം ചെയ്തു നോക്കുക, അതിൻ്റെ ബലം നമുക്ക് കിട്ടിയിരിക്കും. ഇവിടെ ദൈവം പറയുന്നത് ഇവരുടെ തന്നെ പ്ലാനിങ്ങിൽ ഇവർ സ്വയം അകപ്പെട്ടു പോകുമെന്നാണ് ദൈവം പറയുന്നത് നിങ്ങളോട്. ഇങ്ങനെ ഇവർ അകപ്പെട്ടു പോകും, ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ ഇവരുടെ ഈ ഒരു കള്ളം കാരണം എന്തോ വലിയൊരു ലോസ് ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് മറിഞ്ഞിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നതാണ്. ഇവിടെ ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഹൈഡായാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ദൈവം നിങ്ങളെ നിശബ്ദരാക്കിയതാണ്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്നാണ് ദൈവം പറയുന്നത്. കാരണം അത്രമാത്രം നിങ്ങൾ അനുഭവിച്ചത് ദൈവം കണ്ടിട്ടുണ്ട്.
ഇവിടെ നിങ്ങളുടെ മേൽ എന്തൊക്കെ കള്ള ആരോപണങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്ത് വരുന്നതാണ്. ഈ ഒരു ആക്ഷൻ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ന്യായം ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള ആക്ഷൻ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഏതോ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വരുവാൻ പോകുകയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി അവരുടെ തന്നെ ആ ഒരു കള്ളത്തിൽ അകപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ മോശം പറയും ഇവർ. പക്ഷേ ഇവരുടെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ പുറത്ത് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ എത്ര തന്നെ ഇവരുടെ സ്വഭാവത്തെ നല്ലതെന്ന് പറഞ്ഞാലും ഇവരുടെ പാസ്റ്റ് എന്തോ വളരെ മോശമാണ്. ആ പാസ്റ്റിനെ മറച്ചു വെച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത്. വളരെ മോശമായിട്ടുള്ള തെറ്റായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇവിടെ പല സമയവും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ആൾക്കാർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് വേദനിപ്പിക്കുന്നു എന്ന്. അതായത് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ദുഃഖം തരുന്നു അവർ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു അധികാരവുമില്ല നിങ്ങൾക്ക് ദുഃഖം തരുവാൻ വേണ്ടിയുള്ള, എന്നിട്ടും അവർ നിങ്ങൾക്ക് ദുഃഖം തരുന്നു. ഇവിടെ ഗുരുവിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ആര് മുഖംമൂടി ഇട്ട് നിന്നാലും നിങ്ങൾക്ക് ആ ഒരു ഗുരു ഭഗവാൻ അവരുടെ ആ ഒരു മുഖംമൂടി അഴിച്ച് കാണിച്ചു തരും. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനൊരു സമയമാണ്. അതായത് കള്ളം എല്ലാവരുടെയും മുന്നിൽ വരണം. അങ്ങനൊരു സമയമാണ് ഇത്. ആരാണോ കള്ളം പറയുന്നത്, മറ്റുള്ളവരുടെ ലൈഫിനെ മോശമാക്കാൻ വേണ്ടി കള്ളം പറയുന്നത്, അങ്ങനെയുള്ളവരുടെ ലൈഫിൽ ഈ ഒരു സമയം അവർക്ക് അവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബലം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ നോക്കി നോക്കൂ. അവർക്കും അവരുടെ ആ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മഫലം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ മുഖത്ത് ചിരി വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എപ്പോഴും ദുഃഖത്തിൽ വിഷമിച്ച് കൺഫ്യൂഷനായിട്ടിരിക്കണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ഭയങ്കര ദേഷ്യം നിങ്ങളോട് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷം പോലും അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ നിങ്ങളെപ്പോഴും ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയും. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല. ശരിയെ തെറ്റെന്ന് പറയും, തെറ്റിനെ ശരിയെന്നും പറയും. ഈ വ്യക്തിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അതായത് ഇവർ പറയുന്നത് എല്ലാവരും സമ്മതിക്കണം. ഇവർ എന്താണോ പറയുന്നത് അത് സമ്മതിച്ചു കൊടുക്കണം നിങ്ങൾ. അതിനു വേണ്ടി ഇവർ ഏതറ്റം വരെയും പോവും. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവർ പറയും ഇന്നതുപോലെ ചെയ്യാമെന്ന്. അതെല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ അങ്ങനൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അതായത് ഇവരുടെ ആ ഒരു പ്ലാനിങ് അനുസരിച്ച് എല്ലാം നടക്കണം. മറ്റുള്ളവർ പറയുന്നതിന് ഒരു വാല്യൂമില്ല. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു അവസരം കിട്ടണമെങ്കിൽ വീണ്ടും തെറ്റ് ചെയ്യും. അങ്ങനൊരു വ്യക്തിയാണ്. അല്ലാതെ ഒരിക്കൽ തെറ്റ് ചെയ്തു ഇനി ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാം അങ്ങനെ ചിന്തിക്കത്തില്ല. വീണ്ടും തെറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ അവർ ഒരിക്കലും പാഴാക്കത്തില്ല. അത് അവിടെയും തെറ്റ് ചെയ്യും ഇവർ. ഈ വ്യക്തി ഭയങ്കര നെഗറ്റീവാണ്. ഇവരുടെ ആ ഒരു വാണിയും ഭയങ്കര നെഗറ്റീവാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഇവർ തയ്യാറാണ്. അങ്ങനൊരു വ്യക്തിയും കൂടെയാണ്. നിങ്ങൾ കുറച്ചൊന്ന് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാവേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഈ വ്യക്തിയോട് എന്ത് കാര്യം പറഞ്ഞാലും ഈ വ്യക്തി മറ്റൊരാളോട് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. അതായത് നിങ്ങൾ രാത്രി എന്ന് പറയുമ്പോൾ ഇവർ പകലെന്ന് പറയും. അതായത് വളച്ചൊടിച്ച് കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയും. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് പോലും ഇവർ മറ്റൊരാളോട് പറയും. അപ്പോൾ അങ്ങനൊരു സ്വഭാവം ഇവർക്കുണ്ട്. ഉള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വ്യക്തിയെപ്പോലെ വേറെ ആരുമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ എല്ലാ സ്വഭാവവും പുറത്ത് വരുന്നതാണ്. ഇനി തെറ്റിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി മുന്നേക്ക് ഇൻഡയറക്റ്റായിട്ടാണ് മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തി ദേഷ്യത്തിൽ എന്താണോ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് നമ്മളോടുള്ള ഭാവമെന്ന്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരോടും പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ വ്യക്തി ഇത്രമാത്രം മോശം സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ ഇവർക്ക് സപ്പോർട്ടായിട്ട് അവരോട് ഇവർ വളരെ മോശം രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഇവരുടെ
ആ ഒരു മോശ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ ബിഹേവിയർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് എത്ര തന്നെ മറയ്ക്കാൻ ശ്രമിച്ചാലും ദൈവം ഒരിക്കലും ഇവരുടെ ആ ഒരു ബിഹേവിയർ മറയ്ക്കത്തില്ല. എന്തായാലും ഇവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ദൈവം. ഇവിടെ നിങ്ങളിൽ നിന്ന് ഇവരെന്തൊക്കെയാണോ സ്വന്തമാക്കാൻ ശ്രമിച്ചത് അതെല്ലാം ദൈവം ഇവരുടെ ലൈഫിൽ നിന്ന് എടുക്കുന്നതാണ്. ഇവിടെ വരാൻ പോകുന്ന സമയം ഈ വ്യക്തിയും മറ്റൊരു വ്യക്തിയുമായിട്ട് ഭയങ്കര വലിയൊരു ഫൈറ്റ് ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു വിവാദം ഇവരും മറ്റൊരു വ്യക്തിയുമായിട്ട് സംഭവിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫൈറ്റ് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതായിരുന്നു ഈ വ്യക്തിയുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവമെന്ന്. അപ്പോൾ ഇവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ വേണ്ടിയായിരിക്കാം ദൈവം ഇവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നത്. അതായത് മറ്റൊരു വ്യക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും അറിയണമല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെ ആ ഒരു സ്വഭാവം എന്താണ് എന്ന്. ഇങ്ങനെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇവരിൽ നിന്ന് ദൂരെ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇവരുടെ കണ്ണ് എപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മേലാണ് എന്നും കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ മാക്സിമം ചിലവാക്കുക. അതിനുവേണ്ടി ഇവർ പല കാര്യങ്ങളും ചെയ്യും. അതായത് നിങ്ങളുടെ പൈസ ഫുള്ള് ചിലവാക്കി കളയണം, അങ്ങനെ ഒരു എനർജി. ഇവിടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സമാധാനം എന്തായിക്കൊള്ളട്ടെ, ഇനി അങ്ങോട്ട് ഇവർക്കും അതെല്ലാം നഷ്ടമാകുന്നതാണ്. ഇവിടെ ലാസ്റ്റ് ഇവർ നിങ്ങളോട് വന്ന് ഹെൽപ്പ് ചോദിക്കുന്ന ഒരവസ്ഥ വരെ എത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പാസ്റ്റിലെ കാര്യങ്ങൾ മറക്കരുത്. നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ വ്യക്തി ഹെൽപ്പ് ചോദിച്ച് വന്നാൽ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞുപോയ കാര്യങ്ങൾ മറക്കരുത്. ഇവിടെ പരിവർത്തനം ഓരോ ആൾക്കാരുടെ ലൈഫിൽ ദൈവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു യഥാർത്ഥ മുഖം പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും റീസൺ ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും ഇനി ഈ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ശരിയും തെറ്റും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, ശരി ചൂസ് ചെയ്യണോ അതോ തെറ്റിനെ ചൂസ് ചെയ്യണമോ എന്ന്. ഇവിടെ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, വീണ്ടും ആ ഒരു പാറ്റേണിൽ അകപ്പെടണോ അതോ വേണ്ടയോ എന്ന്. കാരണം നിങ്ങൾ ആ പാറ്റേണിൽ അകപ്പെട്ടാൽ വീണ്ടും പഴയതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ആ ഒരു പാറ്റേണിൽ പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആക്ഷൻ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. ഇവർക്ക് വലിയൊരു ലോസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു ആക്ഷനിലൂടെ. അതായത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലോസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പൈസ എത്രമാത്രം ഇവർ കാരണം ലോസ് ആയിട്ടുണ്ടോ അതിനപ്പുറമായിരിക്കും ഇവരുടെ പൈസ ലോസ് ആവാൻ പോകുന്നത്. ഇവിടെ തലയിൽ കൈവച്ച് ഇവർ ഇരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രാവശ്യം ഇവർക്ക് ദേഷ്യവും വരും, ഇതെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാലോചിച്ച്. അതായത് ആരുടെ മേലാണ് ഇവരുടെ ഈ ഒരു നഷ്ടത്തിൻ്റെ ആ ഒരു തെറ്റ് ചുമത്തേണ്ടത്, നിങ്ങളുടെ മേലാണോ അതെങ്കിൽ വേറെ ആരെങ്കിലും മേലാണോ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കും. കാരണം സ്വന്തം തെറ്റൊരിക്കലും അംഗീകരിക്കത്തില്ല. ഇവർക്ക് എന്ത് മോശം സംഭവിച്ചാലും മറ്റുള്ളവർ കാരണമാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ മേൽ തെറ്റ് പറയും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചെന്നത് വരെ ഇവർ പറയും. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ലോസ് വന്നാൽ പോലും ഇവരുടെ ആ ഒരു ഉറക്കം തന്നെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, വലിയൊരു ലോസ് സംഭവിച്ചാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. എന്തായാലും വലിയൊരു ചതി നേരിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു അവസ്ഥ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നേരിൽ അതായത് ആരും ഇവരുടെ വാക്കുകൾ ഇനി വിശ്വസിക്കത്തില്ല. അതായത് ഇവർക്ക് ചതി ലഭിക്കും, അതോടെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം ഇവരെ വിട്ടു പോകും. ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുമ്പോൾ അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് നേരിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എല്ലാവരുടെ മുമ്പിലും തരം താഴ്ത്തി കാണിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇവർ എല്ലാവരുടെ മുമ്പിലും തരം താഴ്ന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോളൂ, ഈ വ്യക്തിയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി തുടങ്ങി എന്ന് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം. അതായത് ഓരോ ദിവസവും ഇവരുടെ ഓരോ കള്ളത്തനവും പുറത്തു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ എനർജി വളരെ നെഗറ്റീവാണ്. നിങ്ങൾ എന്ത് ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായാലും സറണ്ടർ ചെയ്താൽ മാത്രം മതി ഈശ്വരനോട്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു വീർപ്പുമുട്ടൽ നിങ്ങൾ ഈ വ്യക്തി കാരണം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വിഷമമായാലും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക.
ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഇൻസെക്യൂർ ആവണം? ഇവിടെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം പോലുമില്ല. സ്വയം നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ആർക്കും നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല. മുന്നേ നിങ്ങളെ ഈസി ആയിട്ട് ആൾക്കാർക്ക് ചതിക്കാൻ പറ്റുമായിരുന്നു. ഇനി ആർക്കും നിങ്ങളെ ഈസി ആയിട്ട് ചതിക്കാൻ പറ്റത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇന്നൊരു പുതിയ റീഡിംഗ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.